2 EVS Class 4 Chapter 11 Care for Friends എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ സെലക്ട് ചെയ്തതിന് നന്ദി അർപ്പിക്കുന്നു. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം അറ്റ് 2310. ലെറ്റ് സ്റ്റാർട്ട്. കെയർ ഫോർ ഫ്രണ്ട്സ്, അതായത് കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കരുതൽ. ഇവിടെ ഒരു സ്കൂൾ ഗ്രൗണ്ട് കാണാം. കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി വീണ് പരിക്ക് പറ്റി, മുട്ടും കാല് പൊട്ടി. 2 കുട്ടികളെ നോക്കിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെയാണ് അവർ നിൽക്കുന്നത്. ഡിഡ് യു ഒബ്സർവ് ദ പിക്ചർ? അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ കണ്ടിട്ട് മനസ്സിലായല്ലോ. വാട്ട് വുഡ് യു ഡു ഇഫ് യു വിറ്റ്നസ് സച്ച് എ സിറ്റുവേഷൻ? നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണാനിടയാൽ നിങ്ങൾ എന്ത് ചെയ്യും? യങ്സ്റ്റേഴ്സ് സേവ്ഡ് എ ഫാമിലി ബാക്ക് ടു ലൈഫ്. ചൈൽഡ്സ് കറേജ് അവേർഡ്സ് ഡേഞ്ചർ. അപ്പോൾ ഇവിടെ 2 ന്യൂസ് ഹെഡ്ലൈൻസ് ആണ്. എന്തൊക്കെയാണ്? കുറച്ച് ചെറുപ്പക്കാർ ഒരു കുടുംബത്തെ അവരെ ജീവൻ പോകാവുന്ന തരത്തിലുള്ളൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ചൈൽഡ്സ് കറേജ് അവേർഡ്സ് ഡേഞ്ചർ. ഒരു ചെറിയ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ബാലൻ്റെ കറേജ്, ധൈര്യം, അവേർഡ്സ് ഡേഞ്ചർ, ഒരു വലിയൊരു അപകടം ഒഴിവാക്കി. അവേർഡ്സ് ഒഴിവാക്കുക. അപ്പോൾ ഈ ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ നിങ്ങൾ വായിച്ചല്ലോ. ഡു വി യൂഷ്വലി ഹെൽപ്പ് പീപ്പിൾ വെൻ ദേ മീറ്റ് വിത്ത് ആക്സിഡൻറ്റ്സ്? നമ്മൾ സാധാരണ ഈ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്കാരെ നമ്മൾ സഹായിക്കാറുണ്ട്. വാട്ട് ഓൾ ക്യാൻ ബി ഡൺ ഇൻ സച്ച് സിറ്റുവേഷൻസ്? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തൊക്കെ ചെയ്യാം? ഇവിടെ എഴുതിയത് ക്യാൻ ടേക്ക് ദം ടു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ക്യാൻ ഇൻഫോം എൽഡേഴ്സ്, മുതിർന്നവരെ അറിയിക്കാം. ക്യാൻ ഇൻഫോം കൺസേൺഡ് അതോറിറ്റീസ്, അതായത് പോലീസ്, ഹോസ്പിറ്റൽ, ആംബുലൻസിലൊക്കെ വിളിക്കാം. ഇതിനെല്ലാം ഉപരി നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. വി ഹാവ് ടു ഗിവ് ഫസ്റ്റ് എയ്ഡ് ടു ദം. ഓക്കെ. ഹാവ് യു ഓർ യുവർ ഫ്രണ്ട്സ് എവർ മെറ്റ് വിത്ത് ആക്സിഡൻറ്റ്സ്? നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടോ? ഒരു ആക്സിഡൻറ്റിൽ പെട്ടുപോയിട്ടുണ്ടോ? മെൻഷൻ സം കോമൺ ആക്സിഡൻറ്റ്സ്. ചില സാധാരണ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ആക്സിഡൻസിനെ പറ്റിയിട്ട് ഈ വെബിൽ എഴുതി ചേർക്കാൻ പറയുന്നുണ്ട്. അവിടെ ഫയർ ബേൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് തീപ്പൊള്ളൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ എഴുതണം. ഫയർ ബേൺസിന് ശേഷം നമുക്ക് ഫ്രാക്ചേഴ്സ് എഴുതാം, ഫോൾസ് എഴുതാം, ചോക്കിംഗ് എഴുതാം, സ്പ്രെയിൻസ് എഴുതാം, കട്ട്സ് എഴുതാം. അപ്പോൾ ഫയർ ബേൺസ് എന്ന് പറഞ്ഞാൽ തീപ്പൊള്ളൽ, ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ല് പൊട്ടൽ, ഫോൾസ് എന്ന് പറഞ്ഞാൽ സാധാരണ വീഴ്ചകൾ, ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമെല്ലാം തൊണ്ടയിൽ കെട്ടിപ്പോവില്ലേ, അങ്ങനെ തൊണ്ടയിൽ കുടുങ്ങുക, അതാണത്. സ്പ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഉളുക്ക്, കട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്ലേഡ് കൊണ്ട്, കത്തി കൊണ്ടൊക്കെ മുറിവ് സംഭവിക്കാം. വി ടു ക്യാൻ ഹെൽപ്പ്, നമുക്കും സഹായിക്കാം. ഡോണ്ട് പീപ്പിൾ ഹു മീറ്റ് വിത്ത് ആക്സിഡൻറ്റ്സ് നീഡ് കെയർ ബിഫോർ റീച്ചിങ് ഹോസ്പിറ്റൽ? അതായത് ഒരു ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തി ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അവർക്കൊരു കെയർ കൊടുക്കണം. ആ കെയറിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് എയ്ഡ് ഈസ് ദ കെയർ ഗിവൻ ടു എ പേഴ്സൺ ഹു മീറ്റ്സ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ബിഫോർ ഹി ഓർ ഷീ റിസീവ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തിക്ക് നമ്മൾ ആ സ്പോട്ടിൽ വെച്ചിട്ട് കൊടുക്കുന്ന ചെറിയ വിധത്തിലുള്ള കെയറുകൾ. ഓക്കെ, അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്? അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡിൻ്റെ ബെനിഫിറ്റ്, ഗുണങ്ങൾ എന്താണ്? ടു റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇഞ്ചുറി. അതാണ് ആദ്യം ചെയ്യുക നമുക്ക്. അതായത് ആ ഇഞ്ചുറി പറ്റുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ആ വേദന കുറയാനുള്ള കാര്യം കൊടുക്കുക. അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ് നിൽക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ബോധം പോയിട്ടുണ്ടെങ്കിൽ ആ ബോധം ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഉള്ള ഫസ്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക്, അത് ആ ആക്സിഡൻറ്റ് പറ്റുന്ന ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു സമാധാനത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡർ? അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് നൽകുന്ന ആളുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? കൺസോൾ ദ ആക്സിഡൻറ്റ് വിക്ടിം, അതായത് ഈ ആക്സിഡൻറ്റ് പറ്റിയ ആളെ വളരെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കണം. വിഷമിപ്പിക്കരുത്, ബേജാറാവണ്ട, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ സമാധാനിപ്പിക്കാനുള്ളൊരു കാര്യം നടത്തണം. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്, എത്രയും പെട്ടെന്ന് അവരെ മെഡിക്കൽ അസിസ്റ്റൻറ്റിൽ എത്തിക്കാനുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ നിയർ ബൈ ക്ലിനിക്കോ അങ്ങനെയുള്ള എത്തിക്കാനുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുള്ള നടപടികൾ വേണം. ഇതിനെല്ലാം ഉപരി വി മസ്റ്റ് ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദ ഫസ്റ്റ് എയ്ഡ് ടു ബി പ്രൊവൈഡഡ് ടു ദ വിക്ടിം ഇൻ ഈച്ച് ആക്സിഡൻറ്റ് കേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് നൽകുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് കേസ് എങ്ങനത്തതാണോ അതിന് പറ്റുന്ന രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ നല്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പഠിച്ചിരിക്കണം എന്നർത്ഥം. ഇവിടെ ഈ ക്ലിയർ ഐഡിയ എന്ന് പറഞ്ഞില്ലേ, ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ട് നല്ല അറിവ് വേണം.
നല്ല അറിവല്ലെങ്കിലും ഒരു സാമാന്യ അറിവ് വേണം. അത് എല്ലാ പൗരനും വേണം. ഡ്രൈവേഴ്സിനും, നമ്മൾ സാധാരണ ആൾക്കാർക്കും, കോളേജ് വിദ്യാർത്ഥികൾക്കും, പിന്നെ ഓഫീസിൽ പണിയെടുക്കുന്നവർക്കും, എല്ലാവർക്കും പോലീസുകാർക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ആക്സിഡൻറ്റ് എപ്പോഴാണ് സംഭവിക്കുക നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ സഹായം കിട്ടാതെ, ഒരു ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡറിൻ്റെ സഹായം കിട്ടാതെ ഒരു വിക്ടിം മരണത്തിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സങ്കടമാണ്. നമ്മൾ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വരും. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലെവലിലും, സ്കൂൾ ലെവൽ, ഓഫീസ് ലെവൽ, എല്ലാവർക്കും ഈ ഫസ്റ്റ് എയ്ഡിൻ്റെ ട്രെയിനിങ് ഒരു നിർബന്ധമാക്കി മാറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ വൂണ്ട്സിനെ പറ്റി പറയുന്നുണ്ട്, മുറിവുകൾ. ഹാവ് യു എവർ ഗെറ്റ് വൂണ്ടഡ്? വാട്ട് ഡു വി ഡു വെൻ ദ വൂണ്ട് ഈസ് മൈനർ? അപ്പം നിങ്ങൾക്ക് ഇതിനു മുന്നേ ഒരു മുറിവെല്ലാം പറ്റിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം വാട്ട് ഡു വി ഡു വെൻ ദ വൂണ്ട് ഈസ് മൈനർ? അപ്പോൾ ചെറിയൊരു, മൈനർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മുറിവ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലീൻ ദ വൂണ്ട് വിത്ത് പ്യുവർ വാട്ടർ. ഹോൾഡ് ദ വൂണ്ടഡ് പാർട്ട് ഹൈ. അതായത് നല്ല വെള്ളം കൊണ്ട് ആ മുറിവ് ആദ്യം കഴുകുക. പിന്നെ കുറച്ച് ഈ മുറിവ് പറ്റിയ ഭാഗം കുറച്ച് ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ ബ്ലീഡിങ് ഒന്ന് കുറയും. അതിനു വേണ്ടിയായി ഉയർത്തിപ്പിടിക്കുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഒന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യും, പിന്നെ ഒന്ന് മുറിവെല്ലാം വെച്ച് കെട്ടി ഒന്ന് ശരിയാക്കും. അതാണ് നമ്മളൊരു മൈനർ മുറിവ് പറ്റിയാൽ ചെയ്യാം. പിന്നെ നമ്മൾ മുന്നോട്ട് നോക്കുകയെന്ന് വെച്ചാൽ എന്താ പറയുന്നത് ഇവിടെ, ഇതേമാതിരി കുറച്ചൊരു ജാസ്തി ബ്ലീഡിങ് ഉള്ളതാണെങ്കിൽ ഹോൾഡ് ദ വൂണ്ടഡ് പാർട്ട് ടൈറ്റ്ലി വിത്ത് എ ക്ലീൻ ക്ലോത്ത് ടു പ്രിവെൻറ്റ് ബ്ലീഡിങ്. അപ്പോൾ ഒരു നല്ലൊരു തുണി എടുത്തിട്ട് ആ ബ്ലീഡിങ് പാർട്ട് ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ആ ബ്ലീഡിങ് ഒന്ന് നിൽക്കും. ഡോണ്ട് റിമൂവ് ദ ബ്ലഡ് ക്ലോട്ട് ഫ്രം ദ ഇൻജേർഡ് പാർട്ട്. അപ്പം മുറിവ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലോട്ടാവും, ബ്ലഡ് കട്ട പിടിക്കും. പിന്നെ ആ കട്ട തുടച്ച് നീക്കരുത്. നീക്കിയാൽ വീണ്ടും ബ്ലീഡിങ് സ്റ്റാർട്ടാവും. ഡു നോട്ട് ലീവ് ദ വൂണ്ട്സ് ഓപ്പൺ ആസ് ഇറ്റ് വിൽ കോസ് ഇൻഫെക്ഷൻ. ഈ മുറിവുകളൊന്നും തുറന്നിടാൻ പാടില്ല, ഇൻഫെക്ഷൻ ആവും. ലെറ്റ് ദ ഇൻജേർഡ് പേഴ്സൺ ബി സീറ്റഡ് ഓർ ലെയ്ഡ് കംഫർട്ടബിളി ഇഫ് ദ ഇൻജുറി ഈസ് സീരിയസ്. ഈ മുറിവ് കുറച്ചൊരു സീരിയസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നൊക്കെ അദ്ദേഹത്തിന് ഇരുത്താൻ സമ്മതിക്കണം, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തണം. ടേക്ക് ദ ഇൻജേർഡ് പേഴ്സൺ ടു ഹോസ്പിറ്റൽ അറ്റ് ദ ഏർലിയസ്റ്റ്. പിന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. വൈ ഷുഡ് ദ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡർ കീപ് ഹിസ് ഹാൻഡ്സ് ക്ലീൻ? എന്തിനാണ് ഫസ്റ്റ് എയ്ഡ് നൽകുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കൈ ക്ലീൻ ആക്കുന്നത്? അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്? ഇൻഫെക്ഷൻ പകരാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഇൻഫെക്ഷൻ പകരാതിരിക്കാൻ. ഓക്കെ, ശരി. ഇവിടെ നോസ് ബ്ലീഡിനെ പറ്റി പറയുന്നു, മൂക്ക് കൂടെ ചോര വരിക എന്തെങ്കിലും കാരണം കൊണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് ദ പേഴ്സൺ സിറ്റ് ലീനിങ് ഫോർവേഡ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് ആഞ്ഞിരിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നവരെ പ്രസ് ദ ടിപ്പ് ഓഫ് ദ നോസ് വിത്ത് ദ തമ്പ് ആൻഡ് ഫോർ ഫിംഗർ. അപ്പോൾ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചിട്ട് ആ നോസിൻ്റെ അറ്റം അമർത്തി പിടിക്കുക. ആസ്ക് ദ പേഴ്സൺ ടു ബ്രീത്ത് ത്രൂ ദ നോസ്. പിന്നെ മൂക്കിലൂടെ ശ്വസിക്കാതെ വായ കൂടെ ശ്വസിക്കാൻ പറയാം. ഡോണ്ട് ലെറ്റ് ദ പേഴ്സൺ ടോക്ക്. സംസാരിക്കരുതെന്ന് പറയണം. സീക്ക് മെഡിക്കൽ അസിസ്റ്റൻസ്. പെട്ടെന്ന് തന്നെ മെഡിക്കൽ അസിസ്റ്റൻസ്, അതായത് ക്ലിനിക്കിലോ ഡോക്ടറെടുത്തോ കൊണ്ടുപോകും. എ മോൾ ഇൻ ദ ഐ. ഇറ്റ് ഈസ് കോമൺ ദാറ്റ് ഡസ്റ്റ് ഫോൾസ് ഇൻ ടു ദ ഐ അറ്റ് ടൈംസ്. സാധാരണയാണ് കണ്ണിലൊക്കെ പൊടി പോകുന്നത്. വൈ ഷുഡ് യു നോട്ട് റബ് ദ ഐ വെൻ ഡസ്റ്റ് ഫോൾസ് ഇൻ ടു? ഡസ്റ്റ് വീണ് കഴിഞ്ഞാൽ കണ്ണ് തിരുമരുതെന്ന് പറയും. അതെന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഹൗ ക്യാൻ ദ സ്പെക്ക് ഓഫ് ഡസ്റ്റ് ഇൻ ദ ഐ ബി റിമൂവ്ഡ്? പിന്നെ ഈ പൊടി സാധാരണ നമ്മൾ എങ്ങനെ കളയാന്നാണ് ചോദിക്കുന്നത്. വി ക്യാൻ റിൻസ് ദ ഐ വിത്ത് ക്ലീൻ വാട്ടർ ഓർ റിമൂവ് ദ സ്പെക്ക് ഓഫ് ഡസ്റ്റ് വിത്ത് ദ ടിപ്പ് ഓഫ് എ വെറ്റ് കർച്ചീഫ്. അതായത് ഇവിടെ കാണുന്ന പോലെ ഒരു നനഞ്ഞ കർച്ചീഫ് എടുത്തിട്ട് ചുരുട്ടിയിട്ട് ആ ഡസ്റ്റ് പുറത്തെടുക്കുക. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പോലെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക കണ്ണിലേക്ക്. അപ്പം ചിലപ്പോൾ ആ ഡസ്റ്റ് ആ വെള്ളത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. പിന്നെ എന്താ പറയുന്നത്? പാർട്ടിക്കിൾസ് ദാറ്റ് ഗെറ്റ് ഇൻ ടു ദ ഐ ഷുഡ് നോട്ട് ബി ഫോഴ്സ്ഡ് ഔട്ട് ബട്ട് റിമൂവ്ഡ് ഓൺലി വിത്ത് മെഡിക്കൽ അസിസ്റ്റൻസ്. പിന്നെ ചില സമയത്ത് ഈ രണ്ട് രീതിയിലും എടുക്കാൻ പറ്റാത്ത ഡസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യവശാലും നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അതിന് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതെടുക്കണം. പേജ് 120 ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. വൈ ഷുഡ് യു നോട്ട് റബ് ദ ഐ വെൻ ഡസ്റ്റ് ഫോൾസ് ഇൻ ടു ഇറ്റ്? എന്തിനാണ് കണ്ണിൽ പൊടി പോയാൽ കണ്ണ് തിരുമരുതെന്ന് പറയാൻ കാരണം? You should not rub your eye when dust falls into it because rubbing can scratch the cornea, the sensitive outer layer of your eye. അതാണ് മെയിൻ കാരണം. ഓക്കെ, നമ്മളെ കണ്ണിന് ഒരു ഔട്ടർ ലെയർ ഉണ്ട്. ആ ലെയറിനാണ് കോർണിയ എന്ന് പറയാം. അതിൽ സ്ക്രാച്ച് വീഴും. സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ ചിലപ്പം ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്, വല്ലാതെ വേദന വരും, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കണ്ണ് തിരുമരുത് എന്ന് പറയുന്നത്. അടുത്തത് സ്പ്രെയിൻ, ഉളുക്ക്. ഹാവ് യു ഫെൽറ്റ് എ സ്പ്രെയിൻ വൈൽ പ്ലേയിങ് ഓർ സ്റ്റെപ്പിംഗ് ഡൗൺ സ്റ്റെയർസ്? അതായത് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കയറുമ്പോൾ പിന്നെ കളിക്കുമ്പോൾ ഈ സമയത്തൊക്കെ ഉളുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. വാട്ട് വിൽ യു ഡു വെൻ ദർ ഇസ് എ സ്പ്രെയിൻ? അപ്പോൾ എങ്ങനെ ഉളുക്ക് പറ്റിയാൽ എന്ത് ചെയ്യും? ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ഹോൾഡ് ദ സ്പ്രെയിൻഡ് പാർട്ട് ഹൈ വിത്തൗട്ട് മൂവിങ്. ഈ ഉളുക്ക് പറ്റിയ ഭാഗം കുറച്ചൊന്ന് ഉയർത്തി പിടിക്കുക, അനക്കാൻ പാടില്ല.
പ്ലേസ് ആൻ ഐസ് പാക്ക് ടു റെഡ്യൂസ് ദ പെയിൻ. അപ്പോൾ അവിടെ എന്നിട്ടൊരു ഐസ് പാക്ക് വെക്കുക. അപ്പോൾ ഇവിടെ ഐസ് പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. എ പ്ലാസ്റ്റിക് കവർ വിത്ത് ഐസ് പീസസ് ആൻഡ് വാട്ടർ റാപ്ഡ് ബൈ എ ക്ലീൻ പീസ് ഓഫ് ക്ലോത്ത് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഐസ് പാക്ക്. അപ്പോൾ ഈ ഐസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് കഷ്ണങ്ങൾ ഐസ് ഇടുക, ലേശം വെള്ളം ഒഴിച്ച് നല്ലോണം കെട്ടിയിട്ട് ഒരു നല്ല തുണിയിൽ പൊതിഞ്ഞിട്ട് അത് ഉളുക്ക് പറ്റിയ ഭാഗത്ത് വെക്കുക. അപ്പോൾ ഈ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പാക്കാണ് ഐസ് പാക്ക്. ബ്രൂസ് എന്ന് പറഞ്ഞാൽ ചതവ്. ഡു ബ്രൂസസ് ഒക്കർ ഓൺ ദ ബോഡി വെൻ ഹെവി ഓബ്ജക്ട്സ് ഫോൾ ഓൺ ഇറ്റ്. നമ്മളെ ശരീരത്തിൽ ഒരു നല്ല വെയിറ്റ് ഉള്ളൊരു സാധനം വീഴുകയാണെങ്കിൽ നമുക്ക് ചതവ് പറ്റും. വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി പ്രൊവൈഡഡ് ഫോർ എ ബ്രൂസ്. അപ്പോൾ ഇങ്ങനെ ചതവ് പറ്റിയാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ നൽകുക? യു ക്യാൻ പ്ലേസ് എ വെറ്റ് പീസ് ഓഫ് ക്ലോത്ത്, അതായത് ഒരു നനഞ്ഞ തുണിക്കഷ്ണം ആ ചതവ് പറ്റിയ ഭാഗത്ത് വെക്കാം. ഓർ എൻ ഐസ് പാക്ക് ഓൺ ദ ബ്രൂസ്ഡ് പാർട്ട്, അല്ലെങ്കിൽ ഒരു ഐസ് പാക്ക് ആ ഭാഗത്ത് വെക്കുക. എന്തിനാണ്? ടു അവോയ്ഡ് പെയിൻ ഓർ സ്വെല്ലിംഗ്, വേദന അല്ലെങ്കിൽ വീക്കം തടയാൻ വേണ്ടിയിട്ട്. പ്രത്യേകം പറയുന്നത് എന്താ? ഡു നോട്ട് അപ്ലൈ ഹീറ്റ്, അവിടെ ചൂടാക്കാൻ പാടില്ല. ഓർ മസാജ് ചെയ്യാനും പാടില്ല. ഫെയിൻറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഫെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബോധക്ഷയം വരിക. വാട്ട് വിൽ യു ഡു ഇഫ് യുവർ ഫ്രണ്ട് ഫെയിൻറ്റഡ് വൈൽ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധക്ഷയം വന്ന് ഗ്രൗണ്ടിൽ വീഴാണ്, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. സീ ദാറ്റ് ദ പേഴ്സൺ ക്യാൻ ലൈ ഡൗൺ വെൻ ഹി ഫീൽസ് ഗിറ്റി. അതായത് അത് ഇവിടെ ഇപ്പം വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് ഫീൽസ് ഗിഡി, അതായത് ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഗിഡിനെസ് വരികയാണ്, തലചുറ്റൽമാരി തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഉടനെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ മെല്ലെ നിലത്ത് കിടത്തണം. ദെൻ ഹോൾഡ് ദ ലെഗ്സ് ഹൈ, പിന്നെ അദ്ദേഹത്തിൻ്റെ കാല് മെല്ലെ ഉയർത്തി പിടിക്കുക. ലൂസൻ ടൈറ്റ്സ് ക്ലോത്ത്സ് ഇഫ് എനി, അദ്ദേഹം ഉടുത്ത ക്ലോത്ത്സ് ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസാക്കുക. എൻഷുവർ ഫ്രഷ് എയർ ബൈ അവോയ്ഡിങ് ടു ക്രൗഡ് അറൗണ്ട് ദ പേഴ്സൺ. ആ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ആളുകൾ ക്രൗഡ് ചെയ്ത് നിന്നിട്ട്, കൂട്ടം കൂടി നിന്നിട്ട് കാറ്റോട്ടം ഇല്ലാതിരിക്കാൻ പാടില്ല. അതിപ്പോൾ എന്ത് ചെയ്യണം? ആൾക്കാരൊക്കെ ഒന്ന് മാറ്റി നിർത്തണം. ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു പോവുക, എല്ല് പൊട്ടിപ്പോവുക. സംടൈംസ് ബോൺസ് ഫ്രാക്ചർ ഡ്യൂ ടു ആക്സിഡൻറ്റ്സ്. ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ചില സമയം എല്ല് പൊട്ടാറുണ്ട്. ബട്ട് ദ സറൗണ്ടിങ് ബോഡി പാർട്സ് മേ നോട്ട് ഗെറ്റ് ഇൻജുവേർഡ്. പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള ബോഡി പാർട്സ് അങ്ങനെ ഇൻജുർ ആകാറില്ല ചില സമയത്ത്. ഇൻ സം അതർ ഇൻസ്റ്റൻസ് ദ ബ്രോക്കൺ ബോൺ കംസ് ഔട്ട് ഓഫ് പിയേഴ്സിങ് ദ ബോഡി. അപ്പം ചില സമയത്ത് ഈ പൊട്ടിയ എല്ല് ഇതുപോലെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് തള്ളി വരും, ഫ്ലഷൊക്കെ കീറി പുറത്തേക്ക് വരും. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? ടേക്ക് കെയർ ടു പ്രിവെൻറ്റ് ബ്ലീഡിങ് ആൻഡ് ജേംസ് ഫ്രം എൻറ്ററിങ് ദ വൂണ്ട്. അപ്പം ബ്ലീഡിങ് ഇല്ലാതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ജേംസ് ഇൻഫെക്ഷൻ ഇല്ലാതാവാൻ ശ്രദ്ധിക്കണം. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ദ ഫ്രാക്ചേർഡ് പേഴ്സൺ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫ്രാക്ചേർഡ് പാർട്ട് ഇൻടാക്ട്. അതായത് ഈ ഫ്രാക്ചർ ആയ ഭാഗം അധികം ഇളകാതെ ആ നോർമൽ പൊസിഷനിൽ നിൽക്കുന്ന രീതിയിൽ നിർത്തിയിട്ട് വേണം ഇദ്ദേഹത്തിനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ കൊണ്ടുപോകാൻ. എ സ്പ്ലിൻറ്റ് മേ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഇതിന് വേണ്ടിയിട്ട് സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉപയോഗിക്കാം. എന്താണ് ഈ സ്പ്ലിൻറ്റ് നോക്കാം. വൈൽ ഡ്രസ്സിംഗ് ദ ഫ്രാക്ചേർഡ് പാർട്ട് എ സ്പ്ലിൻറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ്സ് എബവ് ആൻഡ് ബിലോ ദ ഫ്രാക്ചേർഡ് ബോൺ. അപ്പോൾ ഈ ഫ്രാക്ചറായ ബോണിൻ്റെ മുകളിലും താഴെയോ സൈഡിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നേരിയ മരക്കഷ്ണങ്ങൾ, നമ്മളെ സ്കെയിലില്ല, സ്കെയില് പോലെ മരത്തിൻ്റെ സ്പ്ലിൻസ് ഉപയോഗിക്കും. എന്തിനാണ്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ സ്റ്റഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് എ നോർമൽ റൂളർ, സാധാരണ റൂളർ, തിൻ പീസ് ഓഫ് വുഡ്, അല്ലെങ്കിൽ നീളത്തിലെ വുഡ്, മരം, കാർഡ്ബോർഡ്, എന്ത് വേണം ഉപയോഗിക്കുക. കുറച്ച് സ്റ്റഡി ആയിട്ട് ഉള്ള സാധനം, അതായത് ഈ കാണുന്ന മാതിരി വെച്ചിട്ട് കെട്ടുമ്പോൾ എന്ത് പറ്റും? പിന്നെ ഈ കൈ എങ്ങനെ അധികം അനങ്ങിയും തൂങ്ങി പോകുന്നില്ല. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഈസി ആയിട്ട് അതിനെ ഡ്രസ്സ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. ഫുഡ് ചോക്കിംഗ്, അതായത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക. ഫുഡ് ഗെറ്റിംഗ് ബ്ലോക്ക്ഡ് ഇൻ ദ ത്രോട്ട് ഈസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഈ ഭക്ഷണ പദാർത്ഥം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ സംഭവിക്കുന്നത് തൊണ്ടയിൽ കെട്ടിപ്പോകാൻ വെച്ചാൽ വളരെ ഡേഞ്ചറസ് ആണ്. ദ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡഡ് അറ്റ് ദ ടൈം ഹെൽപ്സ് ടു സേവ് ലൈഫ്. വളരെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ജീവൻ രക്ഷപ്പെടും. അതെങ്ങനെ ചെയ്യുക? പ്രസ് ദ സ്റ്റമക്ക് വിത്ത് വൺ ഹാൻഡ് ആൻഡ് ടാപ്പ് സ്ട്രോങ്ലി ഓൺ ദ ബാക്ക് ഓഫ് ദ എഫക്റ്റഡ് പേഴ്സൺ. വയറിങ്ങനെ അമർത്തി പിടിക്കുക, ബാക്ക് സൈഡിൽ നല്ലോണം തട്ടി കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ അതങ്ങോട്ട് തെറിച്ചു പോകും. ഇഫ് ദ ഫുഡ് ഡസ് നോട്ട് കം ഔട്ട് ഈവൻ ആഫ്റ്റർ ദിസ് ഇസ് ഡൺ ഫോർ 3 to 5 times, പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ്ലി. പിന്നെ ഈ ഒരു വിധത്തിലും ചെയ്യുക, വയറിങ്ങനെ അമർത്തി പിടിച്ചിട്ട് പെട്ടെന്ന് ബാക്കോട്ട് വലിക്കുക, പ്രഷർ കൊടുക്കുക. അപ്പോൾ
ഇങ്ങോട്ട് തള്ളി വരും. ഇങ്ങനെ 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഡോക്ടറെ എത്തിക്കുക. പിന്നെ ഇതിലൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, പണ്ടുള്ള ആൾക്കാർ ഈ ഇങ്ങനെ ഫുഡ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ചെറിയ രീതിയിലൊക്കെ ബ്ലോക്കായാൽ ഈ തലേൻ്റെ മൂർധാവിൽ തട്ടും. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ തട്ടാൻ പാടില്ല. തട്ടിയാൽ അത് കൂടുതൽ അപകടം ഉണ്ടാക്കുകയുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഇരിക്കുന്ന പൊസിഷനിൽ, ഇപ്പോൾ ഇങ്ങനെ നിൽക്കാതെ തന്നെ ഇരിക്കുന്ന പൊസിഷൻ തന്നെ ആ പുറത്ത് 2 അടി അടിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഈ പേജ് 123 ചോക്കിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ നോക്കാം. ഫോറിൻ ഒബ്ജക്റ്റ് ബ്ലോക്കിംഗ് എയർവേ. കണ്ടോ, ഇവിടെ 2 വഴിയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോകുന്ന വഴിയുണ്ട്, ശ്വസിക്കുന്ന എയർ ലങ്സിലേക്ക് പോകുന്ന വഴിയുണ്ട്. അപ്പോൾ അതിന് വിൻഡ് പൈപ്പ് എന്നും ഫുഡ് പൈപ്പ് എന്നാണ് പറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഫുഡ് പൈപ്പ് കൂടെ പോയാൽ നേരെ സ്റ്റമക്കിലെത്തും. അത് വിൻഡ് പൈപ്പിൽ കയറിയാൽ അവിടെ നമ്മുടെ ശ്വാസം തടസ്സപ്പെട്ട് ചോക്കിംഗ് സംഭവിക്കും. ഇങ്ങനെയാണ് ചോക്കിംഗ് സംഭവിക്കുന്നത്. ഓക്കെ. ബേൺസ്, പൊള്ളലേൽക്കാം. ഹാവ് യു എവർ സഫേർഡ് ഫ്രം ബേൺസ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൊള്ളലേറ്റിട്ടുണ്ടോ? വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഓഫ് ഗെറ്റിംഗ് ബേൺസ്? ഇങ്ങനെ പൊള്ളലേൽക്കാൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ പൊള്ളൽ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ പറയുന്നത് വെൻ ആസിഡ് ഫോൾസ് ഓൺ ദ ബോഡി. ആസിഡ് ബോഡീൻ്റെ മേലെ വീഴാൻ സാധ്യത എപ്പോഴാണ്? നമ്മൾ ആ ആസിഡ് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പണികൾ എടുക്കുമ്പോൾ, ലാബിൽ പണിയെടുക്കുമ്പോൾ ഒക്കെയാണ് വരിക. ഇതല്ലാതെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, തീ ആയിട്ട് ബന്ധമുള്ള എന്ത് പണി ചെയ്യുമ്പോൾ, പിന്നെ വിഷുവിന് പടകം പൊട്ടിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെയാണ് നമുക്ക് പൊള്ളലേൽക്കാം. വാട്ട് ഷുഡ് ബി ഡൺ വെൻ ദർ ഈസ് എ ബേൺ? അപ്പോൾ നമുക്കൊരു പൊള്ളൽ പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? പോർ വാട്ടർ കണ്ടിന്യൂസ്ലി ഓവർ ദ ബേൺഡ് ഏരിയ. അപ്പോൾ ഇതുപോലെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഡോണ്ട് പുട്ട് ഐസ് ഓൺ ദ ബേൺഡ് ഏരിയ. അവിടെ ഐസ് വെക്കാൻ പാടില്ല. ഐസ് വെച്ചാൽ പെട്ടെന്ന് തണുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡോണ്ട് പുൾ എവേ ദ ക്ലോത്ത്സ് സ്റ്റക്ക് ടു ദ ബേൺഡ് ഏരിയ. ചിലപ്പോൾ തീ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അവിടെ ഒട്ടിപ്പോവും. ചിലപ്പോൾ പ്രത്യേകിച്ച് പോളിസ്റ്റർ ഡ്രസ്സാണെങ്കിൽ അത് വേഗം ഒട്ടിപ്പോവും. അപ്പോൾ അതൊന്നും പറിച്ചെടുക്കാൻ പാടില്ല. ഡോണ്ട് അപ്ലൈ എനിത്തിങ് ആസ് മെഡിസിൻ ഓൺ ദ ബേൺഡ് ഏരിയ. മെഡിസിൻ്റെ മരുന്നായിട്ട് ഒന്നും തന്നെ അവിടെ ഇടാൻ പാടില്ല. അത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവരത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. വെൻ ഡ്രസ് കാച്ചസ് ഫയർ. ഉടുപ്പിന് തീ പിടിക്കാൻ എന്ത് ചെയ്യും? ട്രൈ ടു എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ യൂസിങ് വാട്ടർ. വെള്ളം ഒഴിച്ച് കെടുത്താൻ ശ്രമിക്കണം. റോളിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഹെൽപ്സ് ടു പുട്ട് ഔട്ട് ദ ഫയർ. അതായത് ഇതുപോലെ കടന്ന് ഉരുളണം. അതും ഫയർ കെട്ടുപോകാൻ സഹായിക്കും. ഡു നോട്ട് അലൗ ദ പേഴ്സൺ ടു റൺ ഇൻ പാനിക്. ഫയർ ബ്ലേസസ് ബൈ ദ വിൻഡ്. ഓടാൻ പാടില്ല. ഓടുമ്പോൾ കാറ്റ് പിടിച്ച് കൂടുതൽ കത്തും. കവർ ദ പേഴ്സൺ ഇമീഡിയറ്റ്ലി വിത്ത് എ തിക്ക് ബ്ലാങ്കറ്റ് ഓർ ജൂട്ട് സാക്ക്. ഒരു തിക്ക് ബ്ലാങ്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ചാക്ക് എടുത്തിട്ട് ആ തീ പിടിച്ച് ആളുടെ മേത്ത് ഇടുക. പിന്നെ അവിടെ ചോദിക്കുന്നത് വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ടു അവോയ്ഡ് ബേൺസ്? ഡിസ്കസ് ആൻഡ് നോട്ട് ഡൗൺ ഇൻ യുവർ എൻവയൺമെൻറ്റ് ഡയറി. അപ്പോൾ ഈ ബേൺസ്, അതായത് തീപിടുത്തം അല്ലെങ്കിൽ പൊള്ളൽ ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? 124 പേജ് നമ്പർ 124. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ടു അവോയ്ഡ് ബേൺസ്? അതായത് പൊള്ളൽ ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം? ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ബേണിനെ പറ്റി പറയുന്നുണ്ട്, സ്കാൽപ് ബേൺസ്. സ്കാൽപ് ബേൺസ് എന്ന് പറഞ്ഞാൽ നീരാവി, ചൂടാവി മുഖാന്തരം നമുക്ക് പൊള്ളലേൽക്കാം. അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ അടുക്കളയിലും കിച്ചണിലും ബാത്റൂമിലും ഒക്കെ ആയിട്ട് നമ്മളിത് സംഭവിക്കും. ഇവിടെ ഒന്ന് പറയുന്നത് സെറ്റ് ദ വാട്ടർ ഹീറ്റർ ടെമ്പറേച്ചർ to no higher than 120 degrees centigrade or just below the medium setting. അതായത് നമ്മളെ ബാത്റൂമിലെ വാട്ടർ ഹീറ്റർ ടെമ്പറേച്ചർ അതിൻ്റെ കറക്റ്റ് സെറ്റിങ്ങിൽ വെക്കുക. അപ്പോൾ ആ ചൂട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ക്രിയേറ്റ് എ നോ കിഡ് സോൺ അറൗണ്ട് ദ ഓവൻ ആൻഡ് കിച്ചൺ കൗണ്ടർ വെർ ഹോട്ട് ഐറ്റംസ് മേ ബി. അപ്പം നമ്മളെ അടുക്കളയിൽ ചൂട് പാത്രങ്ങളും പാകം ചെയ്ത പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടേക്ക് നോ കിഡ് സോൺ ആക്കണം. അതായത് കുട്ടികൾ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവിടെ മാർക്കിംഗ് ഒക്കെ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ മാർക്കിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല അമ്മ കുക്ക് ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികൾ. പിന്നത്തെ എന്താ, ഡു നോട്ട് ലീവ് എനിത്തിങ് ഹോട്ട് ഓൺ എ ടേബിൾ വിതിൻ റീച്ച് ഓഫ് യങ് ചിൽഡ്രൻ. ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടോടെ പാത്രം ടേബിളിൽ വെക്കുമ്പോൾ ടേബിളിൻ്റെ നടുക്കേക്ക് വെക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികൾ ഏന്തിയിട്ട് ആ പാത്രം തൊടാൻ പാടില്ല. പിന്നെ ഇവിടെ പറഞ്ഞ് കീപ് പോട്ട്സ് ആൻഡ് പാൻസ് ഓൺ ദ ബാക്ക് ബേർണർ വിത്ത് ഹാൻഡിൽസ് ടേൺ എവേ ഫ്രം ദ എഡ്ജ് ഓഫ് ദ സ്റ്റൗ. അതായത് നമ്മൾ സ്റ്റൗവിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാത്രം പിടിക്കുമ്പോൾ കുക്കിംഗ് ചെയ്യുന്ന ആളുടെ സൈഡിലേക്ക് ആയിരിക്കും ഈ ഹാൻഡിൽ ഉണ്ടാവുക. അത് കുക്കിംഗ് കഴിഞ്ഞാൽ മുന്നിലെ ബർണർ ഉണ്ടാവും, ബാക്കിലെ ബർണർ. അപ്പം ബാക്കിലെ ബർണറിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഹാൻഡിൽ ഉള്ളോട്ട് തിരിച്ചു വെക്കുക. അപ്പം അത് തട്ടിപ്പോകാതെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. യൂസ് ഓവൻ മിറ്റ്സ് വെൻ കുക്കിംഗ് ഓർ ഹാൻഡ്ലിങ് ഹോട്ട് ഫുഡ് ഓർ ഡ്രിങ്ക്സ്. അതായത് ചൂടുള്ള കാര്യങ്ങൾ പാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവൻ്റെ അകത്തുനിന്ന് കാര്യങ്ങൾ പുറത്തെടുക്കുമ്പോൾ ഒരു ഗ്ലൗസ് ഉണ്ട് അതിൻ്റെ,
ആ ഗ്ലൗസ് ഉപയോഗിക്കണം. അതിനാണ് മിറ്റ്സ് എന്ന് പറയുക. ഓപ്പൺ കണ്ടെയ്നേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ഹീറ്റഡ് ഇൻ ദ മൈക്രോവേവ് എവേ ഫ്രം യു ടു പ്രിവെൻറ്റ് ഹോട്ട് സ്റ്റീം ഫ്രം ഹിറ്റിംഗ് യു. അതായത് മൈക്രോവേവ് ഓവന് ഭക്ഷണം ചൂടാക്കിയിട്ട് പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആവി ഭയങ്കരമായിട്ട് പുറത്ത് വരും. ആ ആവി നമ്മളെ മേത്തോ മുഖത്തേക്കോ കയ്യിലേക്കോ ഒന്നും ആകാതെ ശ്രദ്ധിക്കണം. യൂസ് എ ട്രാവൽ മഗ് വിത്ത് എ ടൈറ്റ് ഫിറ്റിംഗ് ലിഡ് ഫോർ ഓൾ ഹോട്ട് ഡ്രിങ്ക്സ്. ചൂടുള്ള സാധനം കുടിക്കുമ്പോൾ ഈ ട്രാവൽ മഗ് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഈ ട്രാവൽ മഗ് എന്ന് എന്താണ് പറയുന്നത് വെച്ചാൽ അത് ഒരു മഗ് വിത്ത് 2 ലെയറാണ്. അകത്തൊരു ലെയർ ഉണ്ടാവും, പുറത്തൊരു ലെയർ ഉണ്ടാവും. സാധാരണ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം ചൂട് ചായ ഒഴിക്കുക, നമുക്കത് കൈകൊണ്ട് പിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഈ ട്രാവൽ മഗ് എന്ന് പറഞ്ഞാൽ 2 ലെയർ ആയതുകൊണ്ട് അകത്ത് ചൂടൊഴിച്ചാലും പുറത്ത് നമുക്ക് സുഖമായിട്ട് പിടിക്കാം, ഈസി ആയിട്ട് പിടിക്കാം. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പറയുന്നത്. പിന്നെ എന്താ, ഓൾവേസ് റൺ bath water for children and test how hot it is before the child gets in the bathtub. Never leave a child unattended in the bathtub. അതായത് കുട്ടികൾക്ക് വെള്ളം ബാത്ത് ടബിൽ ആക്കി കൊടുക്കുന്ന അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ചൂടൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. മാത്രമല്ല കുട്ടികളെ ഒറ്റയ്ക്ക് ബാത്ത് ടബിലുള്ള കുളിമുറിയിൽ വെള്ളം നിറച്ച് വിടാൻ പാടില്ല. അതിൽ വീണ് മരിച്ചു പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. രണ്ടാമത് പറയുന്നത് ഒരു കുക്കിംഗ് ബേൺസ്, അതായത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പം സംഭവിക്കുന്ന പൊള്ളലുകളിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രിവെൻഷൻ ചെയ്യാവുന്നതാണ്. ഓൾവേസ് വെയർ ഷോർട്ട് ഓർ ക്ലോസ് ഫിറ്റിംഗ് സ്ലീവ്സ് വെൻ കുക്കിംഗ്. കുക്ക് ചെയ്യുന്ന ആൾ ഷോർട്ട് സ്ലീവ് ആയിരിക്കണം, കഴിയുന്ന ഹാഫ് സ്ലീവ് ആയിരിക്കണം. പിന്നെ നല്ല ടൈറ്റ് ക്ലോത്ത്സ് ആയിരിക്കണം, ലൂസ് ആവരുത്. റെഗുലർലി ക്ലീൻ സ്റ്റൗ ടോപ്സ്, ഓവൻ ആൻഡ് എക്സോസ്റ്റ് ഫാൻ ടു പ്രിവെൻറ്റ് ഗ്രീസ് ബിൽഡപ്പ്. അതായത് മെഴുക്ക് ഡെവലപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാനും ഓവനും സ്റ്റൗവിൻ്റെ മേൽഭാഗമൊക്കെ നല്ല എപ്പോഴും ക്ലീൻ ആയിരിക്കണം. വെൻ ഫ്രൈയിങ് യൂസ് എ പാൻ ലിഡ് ഓർ സ്പ്ലാഷ് ഗാർഡ് ടു പ്രിവെൻറ്റ് ഗ്രീസ് സ്പ്ലാറ്റർ. അതായത് എണ്ണ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ മേത്ത് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാൻ ലിഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സ്പ്ലാഷ് ഗാർഡ് ഉണ്ട് അത് യൂസ് ചെയ്യണം. ഓൾവേസ് കീപ്പ് എ പാൻ ലിഡ് ആൻഡ് ഓവൻ മിറ്റ് നിയർ യു വൈൽ കുക്കിംഗ്. അതായത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രത്തിനെ പെട്ടെന്ന് മൂടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൂടിയും പിന്നെ ചൂട് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഗ്ലൗസും അടുത്ത് എവിടെയെങ്കിലും വെച്ചിരിക്കണം. If your food does catch fire, cover the pan with its lid or a baking sheet and leave the pan covered until the fire is out and it is cool. Don't try to move the pan outside. അതായത് പെട്ടെന്ന് തീ പിടിക്കുക, അതായത് നമ്മൾ പാകം ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ അകത്തെ എണ്ണയ്ക്ക് തീ പിടിക്കും. അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ മൂടി അടുത്ത് വെക്കണം, ആ മൂടി എടുത്ത് അങ്ങോട്ട് മൂടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അകത്തെ തീ കെട്ടുന്നത് വരെ ആ മൂടി അനക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് അത് കൂളാവുന്നവരെ അങ്ങനെ വിടുക. നെവർ യൂസ് വാട്ടർ ടു പുട്ട് ഔട്ട് കുക്കിംഗ് ഫയർ. ഇങ്ങനെ പിടിക്കുന്ന തീ കെടുത്താൻ വേണ്ടി വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം അത് വെള്ളം ഓയിലും അങ്ങോട്ട് കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് സ്പ്രെഡാകുമ്പോൾ തീയും സ്പ്രെഡാവും. അപ്പോൾ ചിലപ്പോൾ വല്ലാതെ ആവി അടിച്ചിട്ട് പൊള്ളാനും സാധ്യതയുണ്ട്. അതാണ് സ്കാൽ യു ആസ് ഇറ്റ് വേപ്പറൈസ്. പെട്ടെന്ന് വേപ്പർ വരും, ആ നീരാവി അതിൽ നിന്ന് പൊന്തി വരുമ്പോൾ അങ്ങനെയും പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിധ പ്രിക്കോഷൻസൊക്കെ കൂടെ എടുക്കുന്നത് നമ്മളെ ബേൺസ് ഇല്ലാതിരിക്കാൻ, പൊള്ളലേൽക്കാതിരിക്കാൻ നല്ലതാണ്. സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടി. വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൺ ടു എ പേഴ്സൺ ബിറ്റൻ ബൈ എ സ്നേക്ക്. ഒരാളെ പാമ്പ് കടിച്ചാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കുക? ആദ്യം കൺസോൾ ദ പേഴ്സൺ, അതായത് ആശ്വസിപ്പിക്കുക. ഡു നോട്ട് അലൗ ദ പേഴ്സൺ ടു റൺ ഓർ വാക്ക്. ബേജാറായിട്ട് അത് ടെൻഷനോടുകൂടെ ഓടുക, പെട്ടെന്ന് നടക്കുക ഒന്നും സമ്മതിക്കരുത്. വാഷ് ദ വൂണ്ട് ക്ലീൻ, നല്ലോണം ആ മുറിവ് കഴുകുക വെള്ളം ഒഴിച്ചിട്ട്. കീപ് ദ ബിറ്റൻ പാർട്ട് ലോവേഡ്, അതായത് കടിച്ച ഭാഗം കുറച്ച് താത്തി വെക്കുക. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. പെട്ടെന്ന് തന്നെ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ട് പോകണം. ദർ ആർ പോയ്സണസ് ആൻഡ് നോൺ പോയ്സണസ് സ്നേക്സ്. അതായത് വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകളുണ്ട്. ഐഡൻറ്റിഫൈയിങ് ദ സ്നേക്ക് വിൽ മേക്ക് ദ ട്രീറ്റ്മെൻറ്റ് ഈസി. പെട്ടെന്ന് നമുക്ക് പാമ്പിനെ മനസ്സിലാവുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ against snake bites? Note them. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. ആദ്യം അവോയ്ഡ് സ്നേക്ക് ഹാബിറ്റാറ്റ്സ്, അതായത് പാമ്പുകൾ ഉള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക എന്ന് ചെയ്യാൻ പറ്റില്ല. അതായത് ഏരിയാസ് വേർ സ്നേക്സ് ആർ ലൈക്ലി ടു ബി സച്ച് ആസ് അണ്ടർ റോക്സ്, ടോൾ ഗ്രാസ് ഓർ നിയർ ഫോളൻ ലോഗ്സ്. അതായത് ചിലപ്പോൾ മരമെല്ലാം കൂട്ടിക്കിടക്കുന്ന സ്ഥലം, കുറച്ച് കല്ലുകളൊക്കെ ഇങ്ങനെ അട്ടിക്കിട്ട സ്ഥലം, പിന്നെ വലിയ ഉയർന്ന പുല്ലുകളുള്ള സ്ഥലം, അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി വെറുതെ നിന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയാൻ വെച്ചാൽ ശ്രദ്ധിക്കണം. ബിവെയർ ഓഫ് യുവർ സറൗണ്ടിങ്സ്, അതാണ് നമ്മൾ ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
മേക്ക് നോയ്സ്, അതായത് നടക്കുമ്പോൾ നമ്മൾ കുറച്ച് ശബ്ദം ഉണ്ടാക്കി നടക്കുക, ചെരുപ്പ് കൊണ്ട് ചവിട്ടി സ്റ്റോംപ് യുവർ ഫീറ്റ്, അത് കുറച്ച് കാല് ശബ്ദത്തിൽ വരയ്ക്കുക, ചവിട്ടിയൊക്കെ നടക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് പാമ്പ് എന്ത് ചെയ്യുക, ആ ശബ്ദം കേട്ടാൽ നീങ്ങിപ്പോകും. പിന്നെ യൂസ് വാക്കിംഗ് സ്റ്റിക്ക് ബിഫോർ എൻട്രിങ് എൻ ഏരിയ. നമ്മൾ യു കാൺ സീ യുവർ ഫീറ്റ്, ടാപ്പ് ദ ഗ്രൗണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് വടി ശബ്ദം ഉണ്ടാക്കിയാൽ പാമ്പ് നീങ്ങിപ്പോകും. വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോതിങ്, അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പാൻറ് ഇടുക. പിന്നെ നല്ല ലോങ് ഹൈ ഷൂസൊക്കെ ഉണ്ട്, അതായത് നമ്മളെ മുട്ടുംകാലൊക്കെ വരെ വരുന്ന അങ്ങനത്തെ ഷൂസുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഷൂ ഒക്കെ ഇടുക. യൂസ് ഫ്ലാഷ് ലൈറ്റ്, രാത്രിയാണെങ്കിൽ നല്ല ലൈറ്റ് ഉപയോഗിക്കുക. ഡോണ്ട് പ്രൊവോക്ക് സ്നേക്സ്, അതായത് പാമ്പുകളെ വെറുപ്പിക്കരുത്, അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതിനവർ പെട്ടെന്നൊരു പാമ്പിനെ കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ അടങ്ങി നിൽക്കുക, ഓടണ്ട, അതങ്ങനെ പൊയ്ക്കോളും. അതങ്ങനെയാണത് സാധാരണ. ട്രാവൽ വിത്ത് എ ഗൈഡ്, അങ്ങനെ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ച് പരിചയമുള്ള ആൾക്കാരുടെ കൂടെ പോകുന്നത് നല്ലതായിരിക്കും. ഡ്രൗണിങ്, മുങ്ങിപ്പോവുക. നോയിങ് ടു സ്വിം വിൽ റെഡ്യൂസ് ആക്സിഡൻറ്റ്സ് ഇൻ വാട്ടർ, നമുക്ക് നീന്താൻ അറിയണമെങ്കിൽ വെള്ളത്തിൽ നിന്ന് സംഭവിക്കുന്ന അപകടങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കാം. വി ക്യാൻ ബ്രിങ് എ പേഴ്സൺ ഹു ഫെൽ ഇൻ വാട്ടർ അഷോർ ബൈ പ്രൊവൈഡിങ് ഹിം എ ലോങ് റോപ്പ് ഓർ ക്ലോത്ത് ഓർ പീസ് ഓഫ് വുഡ്, അതായത് വെള്ളത്തിൽ വീണ് പോയി നീന്താൻ അറിയാതെ ബുദ്ധിമുട്ടുന്ന ആളെ കണ്ടാൽ നമുക്കൊരു കയർ ഇതേമാതിരി എറിഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നീളമുള്ളൊരു വടി പിടിക്കാൻ വേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പീസ് വുഡ്, പൊന്തി കിടക്കുന്ന വലിയൊരു മരം അങ്ങോട്ട് വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാം. അപ്പോൾ അയാൾക്ക് അതിൻ്റെ മേൽ പിടിച്ച് പൊന്തി നിൽക്കാം. വൺ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ് വൈൽ ട്രൈങ് ടു സേവ് എ പേഴ്സൺ ഡ്രൗണിങ് ഇൻ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്തുമ്പോൾ നമ്മളെ കാര്യം കൂടെ നമ്മൾ സേഫാണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് അങ്ങ് ദൂരത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ വടി ഒന്ന് എറിഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് ചാടിപ്പോയിട്ട് രക്ഷിക്കാൻ നോക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ വെപ്രാളത്തിൽ നമ്മളെ കയറി അങ്ങ് പിടിക്കും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ രണ്ടുപേർക്കും പ്രയാസമാവും നീന്താനൊക്കെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് മുങ്ങിപ്പോകും. അപ്പോൾ അതില്ലാതെയൊക്കെ ശ്രദ്ധിക്കണം. ഡു നോട്ട് ജംപ് ഇൻ ദ വാട്ടർ ഇഫ് യു ഡു നോട്ട് നോ സ്വിമ്മിങ്, നീന്താൻ അറിയില്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. ട്രൈ ടു സീക്ക് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സഹായം നമ്മൾ തേടണം. ഇലക്ട്രിക് ഷോക്ക്, വൈദ്യുതാഘാതം എന്ന് പറയും മലയാളത്തിൽ. ഡോണ്ട് വി യൂസ് എ നമ്പർ ഓഫ് ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ്, നമ്മൾ വളരെയധികം വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കും. ഗ്രേറ്റ് കെയർ ഷുഡ് ബി ടേക്കൺ വൈൽ യൂസിങ് ദം, അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ കരുതലെടുക്കണം. വാട്ട് കുഡ് ബി ഡൺ ടു സേവ് എ പേഴ്സൺ ഫ്രം എൻ ഇലക്ട്രിക് ഷോക്ക്, അങ്ങനെ ഷോക്ക് അടിച്ച് ബുദ്ധിമുട്ടുന്ന ഒരാളെ എങ്ങനെ നമ്മൾ രക്ഷിക്കും? സ്വിച്ച് ഓഫ് ദ പവർ സപ്ലൈ, അതായത് പവർ സപ്ലൈ അങ്ങോട്ട് വേഗം സ്വിച്ച് ഓഫ് ചെയ്താൽ. ഇഫ് ദ ഫ്ലോ ഓഫ് കറണ്ട് കനോട്ട് ബി സ്റ്റോപ്ഡ്, സെപ്പറേറ്റ് ദ എഫക്റ്റഡ് പേഴ്സൺ ഫ്രം ദ ഇലക്ട്രിക് കണക്ഷൻ യൂസിങ് എ ഗ്ലൗ ഒരു ഡൈ പീസ് ഓഫ് വുഡ്. ചിലപ്പോൾ കറണ്ട് ഓഫാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഒരു ഉണങ്ങിയ മരക്കഷ്ണോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസ്, ലെതറിൻ്റെ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് ആ ആളെ പിടിച്ച് വലിച്ച് അതിൻ്റെ അകത്ത് മാറ്റാം. വാട്ട് അതർ മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ്, മറ്റുള്ള എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യാൻ? അതായത് കറണ്ട് പാസ് ആവാത്ത ഏത് മെറ്റീരിയലും നമുക്ക് ഉപയോഗിക്കാം. ദ സേഫ്റ്റി ഓഫ് ദ പേഴ്സൺ ഹു ഹെൽപ്സ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ രക്ഷിക്കുന്ന ആളുടെ ലൈഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് പ്രിക്കോഷൻ ക്യാൻ ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ഇലക്ട്രിക് ഷോക്സ്, ഇലക്ട്രിക് ഷോക്സ് ഇല്ലാതിരിക്കാൻ, അതായത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം? ഡിസ്കസ് ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ ദ എൻവയൺമെൻറ്റ് ഡയറി, അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഡയറിയിൽ നോട്ട് ചെയ്യാം. പേജ് 125 ചോദിക്കുന്ന പോലെ വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ഇലക്ട്രിക് ഷോക്സ്, എന്തൊക്കെ കരുതലെടുക്കാം? കീപ് വാട്ടർ അവേ ഫ്രം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നെവർ ടച്ച് ഇലക്ട്രിക്കൽ ഡിവൈസസ് വിത്ത് വെറ്റ് ഹാൻഡ്സ് ഓർ യൂസ് ദം ഇൻ വെറ്റ് ഏരിയ, അതായത് നനവുള്ള കൈ കൊണ്ട് ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് പ്രവർത്തിക്കുമ്പോൾ പോയി തുടരുത്. പിന്നെ നനവുള്ള ഏരിയയിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ചെക്ക് ഫോർ ഡാമേജ്, റെഗുലർലി ഇൻസ്പെക്ട് കോർഡ്സ് ആൻഡ് പ്ലഗ്സ് ഫോർ സൈൻസ് ഓഫ് വെയർ ആൻഡ് ടെയർ ലൈക്ക് ഫ്രെയിങ് ഓർ എക്സ്പോസ്ഡ് വയർസ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വയറുകൾ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ, അല്ലെ പൊട്ടൽ പറ്റിയിട്ടുണ്ടോ, അതിൽ കൂടെ ലീക്ക് വരുന്നുണ്ടോ, നല്ല പ്ലഗ്സിനൊക്കെ പ്രയാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ പഴയതാണോ, ഇതൊക്കെ നോക്കിയിട്ട് അതെല്ലാം കറക്റ്റായിട്ട് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്തിട്ട് പുതിയതായിക്കൊണ്ടിരിക്കണം. ഡോണ്ട് ഓവർലോഡ് ഔട്ട്ലെറ്റ്സ്, അതായത് അവോയ്ഡ് പ്ലഗിങ് ടു മെനി ഡിവൈസസ് ഇൻ ടു എ സിംഗിൾ ഔട്ട്ലെറ്റ്. ഇപ്പോൾ ഒരു പ്ലഗ് തന്നെ മൾട്ടിപ്ലഗിന് ഇട്ടിട്ട് 2-3 കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും നമ്മൾ. അതൊന്നും ചെയ്യാതിരിക്കുക, കാരണം ഓവർലോഡായിട്ട് അതിൻ്റെ പ്ലഗ് ഉള്ളിൽ നിന്ന് കത്തിപ്പോകും. അതേപോലെ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുമ്പോൾ ഹെവി ലോഡ് ഔട്ട്ലെറ്റ് ഉപയോഗിക്കണം, അത് സാധാരണ പ്ലഗിൽ കൊണ്ടേ കുത്തിയാലും അത് കത്തിപ്പോകും. പിന്നെ യൂസ് GFCLs, അതായത് നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. പെട്ടെന്ന് ഷോക്ക് അടിക്കുമ്പോൾ ആ സർക്യൂട്ട് ബ്രേക്കർ കട്ടായി പോകും, കട്ടായാൽ ആ പവർ സപ്ലൈ അവിടെ നിൽക്കും.
പിന്നെന്താണ് പ്രോപ്പർ ഗ്രൗണ്ടിങ്, നല്ല എർത്തിങ് കൊടുക്കണം. അൺപ്ലഗ് വെൻ നോട്ട് ഇൻ യൂസ്, അതായത് ഈ അപ്ലയൻസ് ഒന്നും പ്ലഗിൽ ഇട്ട് വെക്കരുത്, ഉപയോഗം കഴിഞ്ഞാൽ അഴിച്ചു വെക്കണം. ചൈൽഡ് പ്രൂഫിങ്, അതായത് പ്ലഗിൻ്റെ ഉള്ളിലൊക്കെ കുട്ടികൾ കൊണ്ടിട്ട് കയ്യിൽ എന്തെങ്കിലും കിട്ടി അതെടുത്ത് കൊണ്ടുപോയി കുത്തും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ പ്രൊഫഷണൽ റിപ്പയർസ്, അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊക്കെ റിപ്പയർ ചെയ്യണമെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആൾക്കാരെ ഇലക്ട്രീഷ്യൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഫസ്റ്റ് എയ്ഡ് ബോക്സ്, പ്രഥമ ശുശ്രൂഷ പെട്ടി. വാട്ട് ആർ ദ മെറ്റീരിയൽസ് നെസസറി ഫോർ ഫസ്റ്റ് എയ്ഡ്? എന്തൊക്കെ മരുന്നുകളാണ് ഈ ഫസ്റ്റ് എയ്ഡിന് വേണ്ടത്? ഡോണ്ട് യു ഹാവ് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിത്ത് ഓൾ സച്ച് തിങ്സ് ഇൻ യുവർ സ്കൂൾ ആൻഡ് ഹോം? അതായത് സ്കൂളിലും വീടുകളിലും ഒക്കെ ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് ബോക്സസ് ഒക്കെ വെച്ചിട്ടില്ലേ? ലെറ്റ് us സെറ്റ് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. നമുക്കൊരു ബോക്സ് സെറ്റ് ചെയ്യാം. മെറ്റീരിയൽസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. എന്തൊക്കെ നോക്കണം? ഇവിടെ ആൻറ്റിസെപ്റ്റിക്, കോട്ടൺ, ബാൻഡേജ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വീണ്ടും അതിൽ എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേണം? ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഷുഡ് കണ്ടെയ്ൻ വെറൈറ്റി ഓഫ് ഐറ്റംസ് ടു പ്രൊവൈഡ് ഇമീഡിയറ്റ് കെയർ. പെട്ടെന്ന് കെയർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വേണം. അവിടെ ബാൻഡേജസ് വേണമെന്ന് പറയുന്നുണ്ട്, ഗോസ് വേണമെന്ന് പറയുന്നുണ്ട്, ടേപ്പ് വേണമെന്ന് പറയുന്നുണ്ട്, ആൻറ്റിസെപ്റ്റിക് ലോഷൻസ് സൊല്യൂഷൻ, ഗ്ലൗസുകൾ, ട്വീസേഴ്സ്, അതായത് ഫോസപ്സ് ഇങ്ങനെ പിടിക്കാനുള്ളത്, പിന്നെന്താണ് സിസേഴ്സ് വേണമെന്ന് പറയുന്നത്, തെർമോമീറ്റർ, പെയിൻ കില്ലർ, കോൾഡ് പാക്ക്, ഫസ്റ്റ് എയ്ഡ് മാനുവൽ വേണം, എമർജൻസി ഫോൺ നമ്പേഴ്സ് വേണം. അത് കൂടാതെ കുറച്ച് പൊള്ളൽ വെക്കുമ്പം തേക്കാനുള്ള ഓയിൻമെൻറ്റ്, നോൺ സ്റ്റിക്ക് സ്റ്റെറൈൽ ഡ്രസ്സിങ് പാഡ്സ്, ബ്ലിസ്റ്റർ പാഡ്സ്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വേണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് യുവർ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെൽ സ്റ്റോക്ക്ഡ് ആൻഡ് അപ്ഡേറ്റഡ്, റെഗുലർലി റീപ്ലേസിങ് എനി എക്സ്പയർഡ് ഐറ്റംസ്. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നമ്മൾ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പീരിയോഡിക്കൽ ചെക്കപ്പ് വേണം. അല്ലെങ്കിൽ അതിൽ മരുന്നൊക്കെ എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ നേരത്ത് തിരക്കിൽ ആ വെപ്രാളത്തിൽ എക്സ്പയർ ആയ മരുന്നൊക്കെ ഉപയോഗിക്കും. അത് കൂടുതൽ അപകടത്തിലേക്ക് പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫസ്റ്റ് എയ്ഡ് ഡേ. എവറി ഇയർ ദ സെക്കൻഡ് സാറ്റർഡേ of September is observed as First Aid Day to bring out the significance of First Aid. അപ്പോൾ എല്ലാ വർഷവും സെപ്റ്റംബർ സെക്കൻഡ് സാറ്റർഡേ ഫസ്റ്റ് എയ്ഡ് ഡേ ആയിട്ട് ആചരിക്കുന്നു. എന്തിനാണ്? ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ട്. ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ അറ്റ് എനി ടൈം. ആക്സിഡൻസ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചിട്ട് വേണമെങ്കിൽ സംഭവിക്കാം. ഫസ്റ്റ് എയ്ഡ് ഹെൽപ്സ് ടു സേവ് ദ പേഴ്സൺസ് ലൈഫ്. അപ്പോൾ അങ്ങനെ പറ്റുന്ന ആളുടെ ജീവൻ രക്ഷിക്കാൻ ഫസ്റ്റ് എയ്ഡിന് വലിയൊരു പങ്കുണ്ട്. ഫസ്റ്റ് എയ്ഡ് ആർ നോബിൾ ഡ്യൂട്ടി. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മഹത്തായ ഒരു കർത്തവ്യമാണ്. ഏതൊരു പൗരൻ്റെയും മഹത്തായ ഒരു കർത്തവ്യമാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലെസണിൽ മുൻപ് പറഞ്ഞത്, ഒരുവിധ എല്ലാ പൗരന്മാരും ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞിരിക്കണം. അതൊരു വളരെ നിർബന്ധമായ ഒരു കാര്യമായിട്ട് നമ്മളെ ഗവൺമെൻറ് ഏറ്റെടുത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. Dear students, Chapter 11 Care for Friends എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. അങ്ങനെയെങ്കിൽ എൻ്റെ ഈ വീഡിയോ, എൻ്റെ ഈ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം at 2310.